ഇന്ത്യയിലെ സ്വകാര്യ ബഹിരാകാശ മേഖല വീണ്ടും ലോകത്തെ അമ്പരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് വർഷങ്ങളെടുത്ത് വിജയിപ്പിച്ച അത്യാധുനിക റോക്കറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യയായ FFFC അഥവാ ഫുൾ ഫ്ലോ സ്റ്റേജ്ഡ് കമ്പസ്റ്റിൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ ഇന്ത്യയിൽ പരീക്ഷണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. അതിശയകരമായ കാര്യം എന്തെന്നാൽ ഒരു കാലത്ത് അമേരിക്കയും റഷ്യയും പോലുള്ള വൻ ബഹിരാകാശ ശക്തികൾക്ക് പോലും അതീവ സങ്കീർണമായിരുന്ന ഈ എഞ്ചിൻ സാങ്കേതിക വിദ്യ ഇന്ന് ഇന്ത്യയിലെ ഒരു സ്വകാര്യ ബഹിരാകാശ കമ്പനി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ FFFC എഞ്ചിൻ? എന്തുകൊണ്ടാണ് ഇത് ഇത്രയും സങ്കീർണവും പ്രധാനപ്പെട്ടതുമായത്? ഇന്ത്യൻ സ്വകാര്യ മേഖല ഈ സാങ്കേതിക വിദ്യയിൽ എത്രത്തോളം മുന്നിലെത്തിയിട്ടുണ്ട്? നമുക്ക് വിശദമായി നോക്കാം. എന്നാ തുടങ്ങിയാലോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. ശാസ്ത്രത്തെ ലളിതമായും തെളിവുകളുടെ അടിസ്ഥാനത്തിലും അവതരിപ്പിക്കുന്ന സയൻസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കൂ. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ സുഹൃത്തുക്കൾക്കൊപ്പം ഷെയർ ചെയ്യൂ. ഇനിയും സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തൂ. അപ്പോൾ ഇനി നമുക്ക് വസ്തുതകളും ശാസ്ത്രവും മാത്രം സംസാരിക്കാം. FFFC എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു അടിസ്ഥാന ചോദ്യം നോക്കാം. എന്താണ് ഒരു റോക്കറ്റ് എഞ്ചിൻ? അതെങ്ങനെയാണ് ഒരു റോക്കറ്റിനെ ബഹിരാകാശത്തേക്ക് തള്ളുന്നത്? ഒരു റോക്കറ്റ് എഞ്ചിൻ്റെ പ്രധാന ജോലി വളരെ ലളിതമാണ്. ഇന്ധനത്തിൽ സംഭരിച്ചിരിക്കുന്ന കെമിക്കൽ എനർജിയെ അതിവേഗം സഞ്ചരിക്കുന്ന വാതകത്തിൻ്റെ ഊർജമാക്കി മാറ്റുകയും ആ വാതകത്തെ ഗ്യാസിനെ വളരെ ഉയർന്ന വേഗത്തിൽ പിന്നിലേക്ക് പുറത്തേക്ക് തള്ളുകയും ചെയ്യുക. റോക്കറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ്. അതായത് ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു റോക്കറ്റിൻ്റെ കമ്പസ്റ്റൻ ചേംബറിൽ ഇന്ധനവും ഓക്സിഡൈസറും അതിവേഗത്തിൽ ജ്വലിക്കുമ്പോൾ അത്യുച്ച മർദ്ദത്തിൽ ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലും വാതകങ്ങൾ ഉണ്ടാകും. ഈ വാതകങ്ങളെ ഒരു പ്രത്യേക ആകൃതിയുള്ള നോസിലിലൂടെ അതിവേഗത്തിൽ പുറന്തള്ളുമ്പോൾ അതിൻ്റെ വിപരീത ദിശയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ത്രസ്റ്റാണ് റോക്കറ്റിനെ മുകളിലേക്ക് ഉയർത്തുന്നത്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഇന്ധനങ്ങൾ റോക്കറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്: ഖര ഇന്ധനങ്ങളും ദ്രാവക ഇന്ധനങ്ങളും, ലിക്വിഡ് ആൻഡ് സോളിഡ് ഫ്യൂവൽസ്. ഇവിടെ ലിക്വിഡ് ഫ്യൂവൽ, ദ്രാവക ഇന്ധനമാണ് പറയാൻ പോകുന്നത്. ഒരു സാധാരണ ലിക്വിഡ് റോക്കറ്റ് എഞ്ചിനിൽ പ്രധാനമായും രണ്ട് ഘടകങ്ങളുണ്ട്: ഫ്യൂവൽ ആൻഡ് ഓക്സിഡൈസർ. ജ്വലനത്തിന് ആവശ്യമായ ഓക്സിഡൈസർ, അതായത് ഒരു ഇന്ധനം ജ്വലിക്കാൻ ഓക്സിജൻ ആവശ്യമാണ്. അതിന് ആ ഓക്സിജൻ നൽകുന്നതാണ് ഓക്സിഡൈസർ. വിമാനങ്ങളിലെ ജെറ്റ് എഞ്ചിനുകളിൽ അന്തരീക്ഷത്തിലെ ഓക്സിജനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പക്ഷേ റോക്കറ്റിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം റോക്കറ്റ് ലോഞ്ച് കഴിഞ്ഞ് മിനിറ്റുകൾക്കകം അറ്റ്മോസ്ഫിയറിന് പുറത്തെത്തും. അപ്പോൾ ഇന്ധനം കത്താൻ ആവശ്യമായ ഓക്സിജൻ എവിടുന്ന് കിട്ടാനാണ്? അപ്പോൾ ഓക്സിജനും ഒപ്പം കൊണ്ടുപോയേ പറ്റൂ. അതുകൊണ്ടാണ് റോക്കറ്റ് സ്വന്തം ഓക്സിഡൈസർ ടാങ്കിൽ കൊണ്ടുപോകുന്നത്. ഇനി എഞ്ചിൻ്റെ പ്രവർത്തനം നോക്കാം. ആദ്യം ഫ്യൂവലും ഓക്സിഡൈസറും വലിയ ടാങ്കുകളിൽ സൂക്ഷിക്കുന്നു. അവിടെ നിന്ന് ഇവയെ ഹൈ പ്രഷറിൽ എഞ്ചിനിലേക്ക് എത്തിക്കാം. ഇതിനായി റോക്കറ്റ് എഞ്ചിനിൽ വളരെ ശക്തമായ ടർബോ പമ്പ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ദാ വരുന്ന അടുത്തത് ടർബോ പമ്പ്. എന്താണപ്പാ ഇത്? ടർബോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതിവേഗത്തിലുള്ള കറക്കം എന്ന ആശയമാണ്. അതുകൊണ്ടാണ് ടർബൈൻ ഉപയോഗിച്ച് അതിവേഗത്തിൽ കറങ്ങുന്ന പമ്പിനെ ടർബോ പമ്പ് എന്ന് വിളിക്കുന്നത്. ഒരു ടർബൈനെ കറക്കാൻ അതിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ കടന്നു പോകണം. ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ, ടെമ്പറേച്ചർ, വെലോസിറ്റി എന്നിവയിലുള്ള ഊർജം ടർബൈൻ മെക്കാനിക്കൽ റൊട്ടേഷനാക്കി മാറ്റും. റോക്കറ്റ് എഞ്ചിനിൽ ഈ ഫ്ലൂയിഡായി സാധാരണയായി ചൂടുള്ള ഹൈ പ്രഷറിലുള്ള ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. റോക്കറ്റിൻ്റെ കമ്പസ്റ്റൻ ചേംബറിലേക്ക് വെറുതെ ഫ്യൂവലും ഓക്സിഡൈസറും എത്തിച്ച് കത്തിച്ചാൽ മാത്രം പോരാ. അവിടെ ആവശ്യമായ വളരെ ഉയർന്ന പ്രഷറിലും മാസ് ഫ്ലോ റേറ്റിലും ഇവ രണ്ടും എത്തിക്കണം. അതിനാണ് ടർബോ പമ്പ് ഉപയോഗിക്കുന്നത്. റോക്കറ്റിലെ ഫ്യൂവലിൻ്റെയും ഓക്സിഡൈസറിൻ്റെയും പ്രഷർ വളരെയധികം ഉയർത്തി അവയെ കമ്പസ്റ്റൻ ചേംബറിലേക്ക് എത്തിക്കുന്നതാണ് ടർബോ പമ്പിൻ്റെ പ്രധാന ജോലി. ഇനി ചോദ്യം ഇതാണ്: റോക്കറ്റ് എഞ്ചിനിലെ ഈ ടർബോ പമ്പിനെ കറക്കാനുള്ള ശക്തി എവിടെ നിന്നാണ് ലഭിക്കുന്നത്?
അതിൻ്റെ ഉത്തരമാണ് നമ്മളെ ഗ്യാസ് ജനറേറ്റർ സൈക്കിൾ, സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ, ഒടുവിൽ FFFC എന്നിവയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്നാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ. പറഞ്ഞല്ലോ, ഒരു ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ 3 ടൈപ്പാണുള്ളത്: ഗ്യാസ് ജനറേറ്റർ, സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ, FFFC അഥവാ ഫുൾ ഫ്ലോ സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ. ഇപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്യാസ് ജനറേറ്റർ എഞ്ചിൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു ലിക്വിഡ് റോക്കറ്റ് എഞ്ചിന് ഏറ്റവും പ്രധാനം എന്താണ്? അതിൻ്റെ ലിക്വിഡ് ഫ്യൂവലും ഓക്സിഡൈസറുമാണ്. അപ്പം ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് ഒരു ഫ്യൂവൽ ടാങ്ക് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിറയെ ലിക്വിഡ് ഫ്യൂവലാണ്. അടുത്തത്, ഈ ഫ്യൂവൽ കത്തണമെങ്കിൽ ഓക്സിജൻ വേണമല്ലോ. ഒരു ഓക്സിഡൈസർ ഉണ്ടാവും, ഓക്സിജനും ഉണ്ടാവും. ഇത് രണ്ടെണ്ണവുമാണ്. ഇത് രണ്ടും കത്തിച്ചിട്ടാണ് റോക്കറ്റിൽ ത്രസ്റ്റ് ഉണ്ടാക്കുന്നത്. വെറുതെ അങ്ങ് കത്തിക്കാൻ കഴിയില്ല. വെറുതെ അങ്ങ് കത്തിച്ചാൽ ആവശ്യത്തിന് ത്രസ്റ്റ് ഉണ്ടാവില്ല. ത്രസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ പ്രഷറിൽ ഫ്യൂവലും ഓക്സിജനും ചേർന്ന് കത്തി ഹൈ പ്രഷറിലുള്ള ഗ്യാസ് അവിടെ ഉണ്ടാകണം. ആ ഹൈ പ്രഷറുള്ള ഗ്യാസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഫ്യൂവലിനും ഈ ഓക്സിഡൈസറിനും ഹൈ പ്രഷർ ഉണ്ടാകണം. അപ്പോൾ ഈ ഫ്യൂവലിനെയും ഓക്സിജനെയും വലിയ പ്രഷറിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പണി അവിടെയുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഒരു ഗ്യാസ് ജനറേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഗ്യാസ് ജനറേറ്റർ ഈ ഫ്യൂവലിൻ്റെ ഒരു ഭാഗം, ഓക്സിഡൈസറിൻ്റെ ഒരു ഭാഗം, ഇത് രണ്ടും കൂടി ഈ ഗ്യാസ് ജനറേറ്ററിലെത്തി അവിടെ അത് കത്തുമ്പോൾ അവിടെ ഗ്യാസ് ജനറേറ്റ് ചെയ്യും, ഗ്യാസ് ഉണ്ടാകും. പക്ഷേ ആ ഗ്യാസ് കൊണ്ടും കാര്യമില്ല. ആ ഗ്യാസ് താഴെ ഇവിടേക്ക് വന്ന് വേറൊരു സംവിധാനത്തിലെത്തും. അതാണ് ടർബോ പമ്പ്. അതായത് ഒരു ടർബൈനും പമ്പും ചേർന്ന സംവിധാനമാണത്. ഇവിടെ എത്തി ഈ ടർബോ പമ്പിൽ ഈ ഗ്യാസ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് ഈ ഫ്യൂവലും ഈ ഓക്സിഡൈസറും കൂടെ ഇവിടെ എത്തും. ഈ ഗ്യാസ് ഈ ടർബോ പമ്പിൽ കറങ്ങുമ്പോൾ, ടർബോ പമ്പ് ഉപയോഗിച്ച് കറങ്ങുമ്പോൾ അവിടെ വലിയ പ്രഷർ ഉണ്ടാകും. അവിടേക്ക് ഈ ഫ്യൂവലും ഓക്സിഡൈസറും കൂടെ എത്തുമ്പോൾ ഇത് രണ്ടിനും വളരെ വലിയ പ്രഷർ അവിടെ കിട്ടും. അങ്ങനെ ഇത്ര വലിയൊരു പ്രഷറിലെത്തിയ ഈ ഫ്യൂവലും ഈ ഓക്സിഡൈസറും നേരെ അതിന് താഴെയുള്ള ഒരു സംവിധാനത്തിലെത്തും. അതാണ് കമ്പസ്റ്റൻ ചേംബർ. ഈ കമ്പസ്റ്റൻ ചേംബറിലാണ് ഹൈ പ്രഷറിൽ ഇവിടെ നിന്ന് വരുന്ന ഈ ഫ്യൂവലും ഈ ഓക്സിഡൈസറും കൂടെ ഒരുമിച്ച് ഇവിടെയാണ് അത് കത്തുന്നത്. കാര്യം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഫ്യൂവലിൻ്റെയും ഓക്സിഡൈസറിൻ്റെയും പ്രഷർ കൂട്ടുക. ഈ ടർബോ പമ്പ് അങ്ങനെ ഹൈ പ്രഷറിലെത്തിയ ഫ്യൂവലും ഓക്സിഡൈസറിലും കമ്പസ്റ്റൻ ചേംബറിലെത്തി അവിടെ നിന്നത് കമ്പസ്റ്റൻ, ജ്വലിക്കും, കത്തും. ആ ഹൈ പ്രഷറിലുള്ള ഫ്യൂവലും ഓക്സിഡൈസറും കത്തുമ്പോൾ ഹൈ പ്രഷറിലുള്ള ഗ്യാസ് അവിടെ ഗ്യാസസ് ഉണ്ടാകും. ആ ഗ്യാസസാണ് ഇതിൻ്റെ ഈ പ്രത്യേക ആകൃതിയുള്ള നോസൽ. റോക്കറ്റിൻ്റെ താഴെയുള്ള എഞ്ചിൻ കണ്ടിട്ടില്ലേ, നോസൽ. ആ നോസലിലൂടെ വളരെ വലിയ പ്രഷറിൽ താഴേക്ക് പോകുമ്പോൾ ആസ് പെർ ന്യൂട്ടൺസ് തേർഡ് ലോ there will be a thrust in the opposite direction. ഇതാണ് ഒരു ഗ്യാസ് ജനറേറ്റർ റോക്കറ്റ് എഞ്ചിൻ്റെ പ്രിൻസിപ്പിൾ. ഇങ്ങനെയാണ് ഒരു ഗ്യാസ് ജനറേറ്റർ റോക്കറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? നോക്കൂ, ഈ ലോകത്തുള്ള റോക്കറ്റ് എഞ്ചിനുകളിൽ, ലിക്വിഡ് റോക്കറ്റ് എഞ്ചിനുകളിൽ ഒരു 80% ഗ്യാസ് ജനറേറ്റർ ടൈപ്പാണ്. കാര്യം ഇതാണ് ലിക്വിഡ് എഞ്ചിനുകളിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സാധനം. നമ്മുടെ വികാസ് എഞ്ചിൻ, LVM3യിലെ CE20 എഞ്ചിൻ, ഇതെല്ലാം ഈ ഗ്യാസ് ജനറേറ്റർ എഞ്ചിനുകളാണ്. ലോകത്തുള്ള 80% ലിക്വിഡ് റോക്കറ്റ് എഞ്ചിനുകളും ഗ്യാസ് ജനറേറ്റർ എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഇവൻ്റെ ചേട്ടനൊരുത്തനുണ്ട്, അതാണ് സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ. ഈ വാക്കുകൾ ശ്രദ്ധിച്ചോണം. ഗ്യാസ് ജനറേറ്റർ, അവിടെ ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നു. ഇത് സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ. 2-3 സ്റ്റേജിലായിട്ടാണ് അവിടെ കമ്പസ്റ്റൻ നടക്കുന്നത്. ഇവിടെയും ഒരു റോക്കറ്റ് എഞ്ചിൻ്റെ ബേസിക് എന്താണ്? ലിക്വിഡ് ഫ്യൂവലുമുണ്ട്,
ഓക്സിഡൈസറുമുണ്ട്. ഇതാ ലിക്വിഡ് ഫ്യൂവൽ, ഇത് ഓക്സിഡൈസർ, ഫ്യൂവല് ഓക്സിഡൈസർ ആണ്. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ ഈ ലിക്വിഡ് ഫ്യൂവലിൻ്റെ ഒരു ഭാഗം, ഓക്സിഡൈസറിൻ്റെ ഒരു ഭാഗം, ഇത് രണ്ടും ഇവിടെ പ്രീ ബർണർ എന്ന ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത്. ഇവിടെ എത്തി ഈ പ്രീ ബർണറിൽ, നമ്മൾ ഗ്യാസ് ജനറേറ്ററിലെ കാര്യം പറഞ്ഞതുപോലെ പ്രീ ബർണറാണത്, അതായത് ആദ്യം കത്തുന്നു. ഇവിടെ ഗ്യാസ്, ഇവിടെയും ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഇത് ടർബോ പമ്പിലേക്ക് പോകും. ഈ ടർബോ പമ്പിൽ ഈ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ടർബോ പമ്പ് കറങ്ങുമ്പോഴേക്ക് ഇവിടെ നിന്ന് ഓക്സിജനും ഫ്യൂവലും ഇവിടെ എത്തും. ഈ ഫ്യൂവലും ഓക്സിജനും എത്തി ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രഷർ വളരെയധികം കൂട്ടി നേരെ എവിടെ എത്തും? കമ്പസ്റ്റൻ ചേമ്പറിലെത്തും. അവിടെ വെച്ച് ഹൈ പ്രഷറിലുള്ള ഈ ഫ്യൂവലും ഓക്സിജനും ടർബോ പമ്പിൽ പ്രഷർ കൂടി അവിടെ നിന്ന് ഫ്യൂവലും ഓക്സിഡൈസറും ഇവിടെ എത്തുന്നു, കമ്പസ്റ്റൻ ചേമ്പറിലെത്തി കത്തിയിട്ട് അവിടെ നിന്ന് അത് നോസിൽ വഴി താഴേക്ക് പോകുമ്പോൾ മുകളിലേക്ക് ത്രസ്റ്റ് ഉണ്ടാകും. അപ്പോൾ സംശയം തോന്നാം, ഇത് തന്നെയല്ലേ ഗ്യാസ് ജനറേറ്ററും, പിന്നെന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. ഗ്യാസ് ജനറേറ്ററിൽ, ഇപ്പോൾ ഇത് ഗ്യാസ് ജനറേറ്ററിൽ ഇവിടെ കത്തിക്കഴിഞ്ഞിട്ട് ഈ ഫ്യൂവലിൻ്റെ ഓക്സിഡൈസറിൻ്റെ ഒരു ഭാഗം കത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് എക്സോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ആ എക്സോസ്റ്റ് ഗ്യാസ് ജനറേറ്ററിൽ നേരെ പുറത്തേക്ക് വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ആ എക്സോസ്റ്റ് നേരെ ഈ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് വരും. ഈ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് പ്രഷർ കൂടി വരുന്ന ഗ്യാസ് ഇന്ധനം ഉണ്ടല്ലോ, ഈ ഫ്യൂവലും ഓക്സിഡൈസറും, അതിൻ്റെ പ്രഷർ വീണ്ടും കൂട്ടും. അതിൻ്റെ പ്രഷർ വീണ്ടും കൂട്ടുമ്പോൾ ഇതിൻ്റെ എൻജിൻ്റെ എഫിഷ്യൻസി, കൂടുതൽ പ്രഷർ അവിടെ ഉണ്ടാകും. സാധാരണ ഉണ്ടാകുന്ന ഗ്യാസ് ജനറേറ്ററിൽ ഉണ്ടാകുന്നതിനേക്കാട്ട് കൂടുതൽ പ്രഷർ ഇവിടെ ഉണ്ടാകും. ആ പ്രഷർ, എൻഹാൻസ്ഡ് പ്രഷറിലാണ് ഇവിടെ ജ്വലനം നടക്കുക, കമ്പസ്റ്റൻ നടക്കുക. അപ്പോഴുണ്ടാകുന്ന ഗ്യാസ് എക്സോസ്റ്റ്, ഈ താഴേക്കുള്ള ഗ്യാസിനും പ്രഷർ കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ട് ഈ പ്രഷർ കൂടുക, ഈ ഗ്യാസിൻ്റെ എനർജി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ത്രസ്റ്റും കൂടുതലായിരിക്കും. അതായത് ഈ സ്റ്റേജ്ഡ് കമ്പസ്റ്റനിൽ എൻജിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും. കാരണം ഒരു എക്സോസ്റ്റായിട്ട് പോലും ഇതിൻ്റെ അകത്തെ ഫ്യൂവലോ ഓക്സിഡൈസറോ നഷ്ടപ്പെടുന്നില്ല. ഗ്യാസ് ജനറേറ്ററിൽ ഈ എക്സോസ്റ്റ്, ഇവിടെ നിന്നുള്ള എക്സോസ്റ്റ് വെറുതെ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഈ എക്സോസ്റ്റ് ഉപയോഗിക്കും. അതുകൊണ്ട് ഈ സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ, കണ്ട പല സ്റ്റേജല്ലേ, ഈ സ്റ്റേജ്ഡ് കമ്പസ്റ്റനിൽ എൻജിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഇതിൻ്റെ കോംപ്ലിക്കേഷനും വളരെ കൂടുതലാണ്. സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ സിമ്പിളാണ്, എന്നാൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ എൻജിനുകൾ ലോകത്തിൽ പൊതുവെ കുറവാണ്. ഉണ്ട്, നമ്മുടെ ഇന്ത്യയുടെ ഈ GSLV മാർക്ക് 2-ൽ MK2-ൽ ഉപയോഗിക്കുന്ന CE 7.5 എന്ന ക്രയോജനിക് എൻജിൻ സ്റ്റേജ്ഡ് കമ്പസ്റ്റനാണ്. അതേപോലെ തന്നെ ലോകത്തിൽ പല പ്രധാനപ്പെട്ട ഏജൻസികളുടെയും എൻജിനുകൾ സ്റ്റേജ്ഡ് കമ്പസ്റ്റനാണ്. പക്ഷേ കൂടുതലുള്ളത് ഗ്യാസ് ജനറേറ്റർ തന്നെയാണ്. ഇതാണ് സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഗ്യാസ് ജനറേറ്റർ സൈക്കിളും സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ സൈക്കിളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിനേക്കാളും ഒരുപടി മുന്നിലുള്ള സാങ്കേതിക വിദ്യയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെയൊക്കെ വല്യച്ഛനായിട്ട് വരുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന വിഷയമായ FFFC അഥവാ ഫുൾ ഫ്ലോ സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ. പേരൊന്ന് ശ്രദ്ധിച്ചേ,
ഫുൾ ഫ്ലോ സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ. ഈ പേരിലെ ഓരോ വാക്കിനും വലിയ പ്രാധാന്യമുണ്ട്. സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ കണ്ടു. പ്രീ ബർണറിൽ ഉണ്ടാകുന്ന ചൂടുള്ള ഗ്യാസ് ടർബൈനെ കറക്കുന്നു. അതിനുശേഷം ആ ഗ്യാസിനെ വെറുതെ പുറത്തേക്ക് കളയാതെ മെയിൻ കമ്പസ്റ്റൻ ചേംബറിലേക്ക് തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സാധാരണ സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ എഞ്ചിനിൽ ടാങ്കിലുള്ള ഫ്യുവലിൻ്റെയും ഓക്സിഡൈസറിൻ്റെയും മുഴുവൻ ഫ്ലോയും പ്രീ ബർണറിലൂടെ കടന്നു പോകുന്നില്ല. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പ്രീ ബർണറിലേക്ക് പോകുന്നത്. എന്നാൽ FFFCയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ ഫ്യുവലിനും ഓക്സിഡൈസറിനും വേണ്ടി രണ്ട് വ്യത്യസ്ത പ്രീ ബർണർ സംവിധാനങ്ങളാണുള്ളത്. ഫ്യുവലിൻ്റെയും ഓക്സിഡൈസറിൻ്റെയും മുഴുവൻ ഫ്ലോയും ടർബൈൻ സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്ന സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ സൈക്കിൾ. ഇതാണ് FFFCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതാ ഇവിടെ ശ്രദ്ധിക്കൂ. ഇതാണ് ഫുൾ ഫ്ലോ സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ, FFFC. അപ്പോൾ ഇതൊരു സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ ആണ് എന്നുള്ളത് ഉറപ്പായല്ലോ. അതിൻ്റെ ഒരു എൻഹാൻസ്ഡ് വെർഷനാണ് ഫുൾ ഫ്ലോ സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ. മറ്റെന്താ, അപ്പോൾ ഹാഫ് ഫ്ലോയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന സംശയം തോന്നുന്നുണ്ടോ? പറഞ്ഞു തരാം. ഇതാ ഇവിടെയും എന്താ ഉള്ളത്? ഫ്യുവൽ ടാങ്ക്, ഓക്സിജൻ ടാങ്ക്. ഇവിടെയും ഉണ്ടാകും ഫ്യുവല്, ഓക്സിജൻ. ഈ ഫ്യുവലിൽ നിന്ന് ആ ഫ്യുവലിൻ്റെ ഫ്ലോ പൂർണ്ണമായും തന്നെ ഇവിടെ ഒരു പ്രീ ബർണറിലേക്ക് എത്തും. പ്രീ ബർണർ, ഈ പ്രീ ബർണറിൽ നിന്ന് അത് നേരെ ടർബോ പമ്പിലേക്ക് എത്തും. ടർബോ പമ്പ്, ഈ ടർബോ പമ്പിൽ നിന്ന് ഇത് നേരെ കമ്പസ്റ്റൻ ചേംബറിലേക്ക് എത്തും. ഇവിടെ നിന്ന് ഓക്സിജനും അതുപോലെ തന്നെ പ്രീ ബർണർ, ടർബോ പമ്പ്, അവിടെ നിന്ന് കമ്പസ്റ്റൻ ചേംബർ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്റ്റേജ്ഡ് കമ്പസ്റ്റനിലും ഗ്യാസ് ജനറേറ്ററിലും ഒരു ടർബോ പമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പ്രീ ബർണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെ ഗ്യാസ് ജനറേറ്റർ. എന്നാൽ ഈ FFFCയിൽ ഫ്യുവലിനും ഓക്സിഡൈസറിനും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ടർബോ സിസ്റ്റവും രണ്ട് പ്രീ ബർണർ സിസ്റ്റവും ഉണ്ട്. ഇത് രണ്ടും, ഈ രണ്ട് പ്രീ ബർണറും കത്തും. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താണ്? ഈ പ്രീ ബർണറിൽ ഈ ഫ്യുവൽ കത്തണമെങ്കിൽ, ഏത് ഫ്യുവലാണെങ്കിലും കത്തണമെങ്കിൽ അവിടെ ഓക്സിജൻ വേണ്ടേ? അപ്പോൾ എന്താ പറ്റുക? അപ്പോൾ അതെന്ത് ചെയ്യും? ഈ ഓക്സിജൻ ടാങ്കിൽ നിന്ന് ഒരു ശകല ഓക്സിജൻ ഇങ്ങോട്ട്. ഇവിടെ ഇതിന് ഫ്യുവൽ റിച്ച് പ്രീ ബർണർ എന്നാണ് പറയുക. കാര്യം ഒരു 80% ഫ്യുവലും 20% ഓക്സിഡൈസറുമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതേപോലെ ഈ പ്രീ ബർണറിൽ ഓക്സിജൻ മാത്രമായിട്ട് കത്തില്ലല്ലോ, അവിടെ ഫ്യുവല് വേണ്ടേ? ഇവിടെ നിന്നൊരു ശകലം ഫ്യുവല് ഇങ്ങോട്ട് എത്തിക്കും. ഇത് ഓക്സിജൻ റിച്ച് പ്രീ ബർണർ എന്നാണ് ഇതിന് പറയുക. ഇവിടെ ഒരു 80% ഓക്സിജനും ഒരു 20% ഫ്യുവലും ആയിരിക്കും. ഈ രണ്ടെണ്ണവും കത്തുമ്പോഴുണ്ടാകുന്ന ആ ഗ്യാസ് കൊണ്ട് ഇവിടെ ടർബോ പമ്പ് വർക്ക് ചെയ്യും. ഈ ടർബോ പമ്പ് വർക്ക് ചെയ്യും. ഈ ഫുൾ ഫ്ലോ ആയിട്ട് തന്നെ മുഴുവൻ, നേരത്തെ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചില്ലായിരുന്നോ, മുഴുവൻ ഇവിടേക്ക് ടർബോ പമ്പിലേക്ക് പ്രത്യേകമാണ് ഒഴുകിയെത്തുക. നേരെ ഇവിടെ നിന്ന് ഇത് പ്രീ ബർണർ വഴിയല്ല, പ്രീ ബർണറിലേക്ക് കുറച്ചേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ നിന്നും മുഴുവനും ഫുൾ ഫ്ലോ ആയിട്ട് തന്നെ, ഫുള്ളായിട്ട് തന്നെ പ്രീ ബർണറിലെത്തി. പ്രീ ബർണറിൽ നിന്ന് ടർബോ പമ്പിലെത്തി. ടർബോ പമ്പിൽ നിന്ന് എവിടെ എത്തും? കമ്പസ്റ്റൻ ചേംബറിലെത്തും. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. രണ്ടും രണ്ട് സിസ്റ്റം, ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്ത് ഫൈനലി കമ്പസ്റ്റൻ ചേംബറിലെത്തി. ഇവിടെ കമ്പസ്റ്റൻ നടന്ന് താഴേക്ക് ഹൈ പ്രഷറിലുള്ള ഗ്യാസ് പോകുന്നു, മുകളിലേക്കുള്ള ത്രസ്റ്റ് ഉണ്ടാകുന്നു. ഇതിൻ്റെ ഗുണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേജ്ഡ്
ഗ്യാസ് ജനറേറ്ററിനേക്കാൾ എഫിഷ്യൻസി കൂടുതലാണ് സ്റ്റേജ്ഡ് കമ്പസ്റ്റിന്. സാധാരണ സ്റ്റേജ്ഡ് കമ്പസ്റ്റിനേക്കാട്ടിൽ കൂടുതൽ എഫിഷ്യൻസിയാണ് ഫുൾ ഫ്ലോ സ്റ്റേജ്ഡ് കമ്പസ്റ്റിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്യൂവലും ഓക്സിഡൈസറും പൂർണ്ണമായി തന്നെ ഈ സിസ്റ്റത്തിൽ കൂടെ ഒഴുകുന്നു, ബൈപ്പാസ് ചെയ്യുന്നില്ല. അത്യാവശ്യം ഫ്യൂവല് കത്താൻ വേണ്ടി ശകല ഓക്സിജനും ഇവിടേക്ക് കുറച്ച് ഫ്യൂവലും എടുക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒട്ടും ഫ്യൂവല് പോകുന്നില്ല. അതുമാത്രവുമല്ല, ഇവിടെ ഉണ്ടാകുന്ന ഗ്യാസ്, ഈ പ്രീ ബർണറിൽ ഉണ്ടാകുന്ന ബാക്കി വരുന്ന ഗ്യാസ് കൂടി ഈ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് എത്തും. അങ്ങനെ ഇതിൻ്റെ പ്രഷർ വളരെ കൂടും. ഈ ഗ്യാസിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന വളരെ ഉയർന്ന പ്രഷറിൽ ഈ ഫ്യൂവലും ഓക്സിഡൈസറുടെ അവിടെ കത്തി വലിയ പ്രഷർ ഉണ്ടാകും. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് എഴുതുന്നതാണ് ഫുൾ ഫ്ലോ സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. ഈ എൻജിൻ ഫുൾ FFFC ഇന്ന് ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ഒരൊറ്റ ഏജൻസിയേ ഉള്ളൂ, അത് SpaceX ആണ്. അവരുടെ റാപ്റ്റർ എന്ന് പറഞ്ഞ എൻജിനാണ്. റാപ്റ്റർ 2-3 വേർഷൻ ഉണ്ട് ഈ FFFC ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പല രാജ്യങ്ങളിലും ഗവേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ വിഷയമായ എവറസ്റ്റ് എൻജിനും ഈ FFFC ആണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഓരോ തരം എൻജിൻ്റെ പ്രവർത്തനവും സങ്കീർണതയും മനസ്സിലായല്ലോ. അതിൽ തന്നെ ഏറ്റവും ശേഷിയുള്ള എൻജിനാണ് FFFC. പക്ഷേ ഇത് ഉണ്ടാക്കണമെങ്കിൽ അപാരമായ സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമാണ്. ലോകത്തിലെ പ്രധാന ബഹിരാകാശ ശക്തികളിൽ പലരും സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ സാങ്കേതിക വിദ്യ വിജയകരമായി വികസിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ISRO തന്നെ അതിന് മികച്ച ഉദാഹരണമാണ്. GSLV Mark IIൻ്റെ CE 7.5 ക്രയോജനിക് എൻജിൻ സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ സൈക്കിളാണ്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ സാങ്കേതിക വിദ്യയിൽ വലിയ അനുഭവമുണ്ട്. എന്നാൽ ഫുൾ ഫ്ലോ സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ FFFC എന്ന അതീവ സങ്കീർണമായ റോക്കറ്റ് ആർക്കിടെക്ചറിൽ നിന്ന് ഓപ്പറേഷണൽ റോക്കറ്റ് ഫ്ലൈറ്റ് SpaceX ആണ് ഏറ്റവും ഗംഭീരമായി വിജയിച്ചിട്ടുള്ളത്. റാപ്റ്റർ എൻജിൻ ഒരു ഉദാഹരണമാണ്. സാധാരണയായി നമ്മൾ റോക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കൽ ഉപയോഗിച്ചുപേക്ഷിക്കുന്ന വാഹനമാണ് മനസ്സിൽ വരുന്നത്. റോക്കറ്റ് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി വേർപെടുന്നു. ചില ഘട്ടങ്ങൾ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വീഴും, ചിലത് കടലിൽ പതിക്കും, ചിലത് അന്തരീക്ഷത്തിൽ തന്നെ കത്തിപ്പോകും. അതിനാൽ ഓരോ വിക്ഷേപണത്തിനും വീണ്ടും പുതിയ റോക്കറ്റ് ഹാർഡ്വെയർ നിർമ്മിക്കേണ്ടി വരും. പക്ഷേ ബഹിരാകാശ യാത്രയുടെ ഭാവി ഇതിൽ നിന്നും മാറുകയാണ്. അതാണ് റീയൂസബിൾ റോക്കറ്റ്. റോക്കറ്റിൻ്റെ ബോഡി മാത്രമല്ല, അതിൻ്റെ ഏറ്റവും സങ്കീർണവും വിലയേറിയതുമായ ഭാഗമായ റോക്കറ്റ് എൻജിൻ പോലും പലതവണ ഉപയോഗിക്കാൻ കഴിയണം. ഇവിടെയാണ് എൻജിൻ ഡിസൈൻ്റെ പ്രാധാന്യം. റീയൂസബിൾ റോക്കറ്റ് എന്ന വിപ്ലവകരമായ ആശയത്തെ പ്രായോഗികവും വാണിജ്യപരവുമായ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ SpaceXൻ്റെ പങ്ക് വളരെ വലുതാണ്. അതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് അവരുടെ റാപ്റ്റർ റോക്കറ്റ് എൻജിൻ. സ്റ്റാർഷിപ്പിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൻ്റെ ഹൃദയമായ റാപ്റ്റർ ഒരു മീഥെയ്ൻ ലിക്വിഡ് ഓക്സിജൻ ഫുൾ ഫ്ലോ സ്റ്റേജ്ഡ് കമ്പസ്റ്റൻ എൻജിനാണ്. വളരെ ഉയർന്ന ചേംബർ പ്രഷർ, ഉയർന്ന എഫിഷ്യൻസി, വീണ്ടും വീണ്ടും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡിസൈൻ, ഇവയെല്ലാം ഒരുമിച്ച് നേടാനുള്ള ശ്രമമാണ് റാപ്റ്ററിനെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ SpaceXൻ്റെ റീയൂസബിൾ സ്റ്റാർഷിപ്പ് ആർക്കിടെക്ചറിൽ FFFC റാപ്റ്റർ എൻജിൻസിന് നിർണായക സ്ഥാനമാണുള്ളത്. ഇത്രയും സങ്കീർണമായ ഈ സാങ്കേതിക വിദ്യയിലേക്കാണ് ഇപ്പോൾ ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി വലിയൊരു മുന്നേറ്റവുമായി കടന്നു വരുന്നത്. ISRO പോലുള്ള ഒരു സ്ഥാപനത്തിന് ഡീക്കേഡ്സ് ലോങ് പ്രൊപ്പൽഷൻ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കെ ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി ഒരു ദശാബ്ദത്തിനുള്ളിൽ തന്നെ ഈ അതിസങ്കീർണമായ പ്രൊപ്പൽഷൻ ടെക്നോളജി വികസിപ്പിക്കുന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധേയമായ കാര്യം. സർക്കാർ സംവിധാനങ്ങളുടെ പരമ്പരാഗതമായ പരിമിതികളിൽ നിന്ന് വ്യത്യസ്തമായ സ്വകാര്യ മേഖലയിലെ വേഗതയും റിസ്ക് ടേക്കിങ്ങും പുതിയ തലമുറ ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ സാങ്കേതിക കഴിവും ഒരുമിച്ച് ചേരുമ്പോൾ എന്തൊക്കെ സാധ്യമാകുമെന്ന് കാണിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് എവറസ്റ്റ് FFFC എൻജിൻ. സാങ്കേതിക വിദ്യയിലും ഗവേഷണത്തിലും വികസനത്തിലും സ്വകാര്യ മേഖലയുടെ കഴിവും സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തുന്ന പുതിയ എക്കോസിസ്റ്റമാണ് ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെടുന്നത്. ലോകത്തിലെ പല വികസിത രാജ്യങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങൾ നടത്തിയത്
സർക്കാർ സ്ഥാപനങ്ങളുടെ മാത്രം കരുത്തുകൊണ്ടല്ല. ഗവൺമെൻറ്, പ്രൈവറ്റ് സെക്ടർ, യൂണിവേഴ്സിറ്റീസ്, സ്റ്റാർട്ടപ്സ്, ഇൻവെസ്റ്റേഴ്സ് ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. അമേരിക്ക അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ബോയിങ്, സ്പേസ് എക്സ്, റോൾസ് റോയ്സ് പോലുള്ള കമ്പനികൾ അവരുടെ മേഖലകളിൽ ലോകത്തെ മാറ്റിമറിച്ച സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചത് ഈ വലിയ ഇന്നൊവേഷൻ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായാണ്. ഇന്ത്യയിലും ഇപ്പോൾ അത്തരമൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് നമ്മൾ കാണുന്നത്. ISRO പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ അനുഭവവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരു വശത്ത്, മറുവശത്ത് പുതിയ ആശയങ്ങളുമായി വരുന്ന സ്റ്റാർട്ടപ്പ്, സ്വകാര്യ കമ്പനികൾ, യുവശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ ഇവ രണ്ടും പരസ്പരം മത്സരിക്കുന്നവരായി മാത്രമല്ല പരസ്പരം ശക്തിപ്പെടുത്തുന്നവരായി മാറുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിച്ച എവറസ്റ്റ് FFFC എഞ്ചിൻ ആ മാറ്റത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ യുവാക്കൾക്ക് അവസരം ലഭിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ സൃഷ്ടിക്കാൻ കഴിയും എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ഇന്ത്യ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ലോകത്തെ പിന്തുടരുന്ന രാജ്യം മാത്രമല്ല, ലോകത്തോടൊപ്പം മത്സരിക്കാൻ ശ്രമിക്കുന്ന രാജ്യമാവുകയാണ്. ഒരുപക്ഷെ അടുത്ത വലിയ ബഹിരാകാശ വിപ്ലവം ഇന്ത്യയിൽ നിന്നായിരിക്കും.